പൂർണ്ണ നഗ്നയായി കാവിൽ വെച്ച് അവൾ ആ മരുന്ന് സേവിച്ചു. അടുത്ത ദിവസം പുലർച്ചെ അവളുടെ രൂപം കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു. വിരൂപയായ രൂപത്തിനു പകരം ഒരു അതിസുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു. പാർവതിക്ക് സന്തോഷമായി. മാസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ പുഴയിൽ വെള്ളമെടുക്കാൻ പോകുന്ന വഴിയെ കുതിരപ്പുറത്ത് വന്ന ഒരു യുവാവിനെ അവൾ കണ്ടു. തന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന യുവാവ് അടുത്തുള്ള പൂന്തോട്ടത്തിൽ നിന്നും ഒരു റോസാപ്പൂ പറിച്ച് അവളോട് അവന്റെ ഇഷ്ടമറിയിച്ചു. പാർവതി നാണം കൊണ്ട് തല കുനിച്ചു ആ പൂവ് വാങ്ങി. അപ്പോഴാണ് പനിനീർ മുള്ളുകൊണ്ട് യുവാവിന്റെ കൈ മുറിഞ്ഞ് രക്തമുറ്റി വീഴുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവളുടനെ സ്നേഹത്തോടെ തന്റെ ചുണ്ടുകൾ കൊണ്ട് അത് കടിച്ചെടുത്തു. ആ സമയം മുതൽ അവൾക്കൊരു അസ്വസ്ഥത പോലെ. അപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്തത്. ആ താളിയോലയിലെ അവസാനത്തെ ആ വരി, നീ എപ്പോഴെങ്കിലും ഈ ഒരു ഔഷധം സേവിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും മനുഷ്യരക്തം രുചിക്കാൻ പാടില്ല. ഒരു മയക്കത്തിലേക്ക് വീഴാൻ പോയ അവളെ അവൻ താങ്ങിയെടുത്തു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അടഞ്ഞു. ഒരു മയക്കത്തിൽ നിന്നും ഉണർന്ന അവൾ അവളുടെ കൈകളിലേക്ക് ശ്രദ്ധിച്ചു. കൈകൾ നീണ്ട് വളർന്ന് ശരീരമാസകലം രോമം വളർന്ന് അവളൊരു ഭീകര സ്വത്വമായി മാറി. തനിക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ആ യുവാവിനെ തന്നെ അവളുടെ ആദ്യ ഭക്ഷണമാക്കി. അവന്റെ കഴുത്തിലെ ചോര അവൾ ഊറ്റിക്കുടിച്ചു. അങ്ങനെ അവൾ ഒരു രക്തരക്ഷസായി.